നമസ്കാരം സാർ. നമസ്തേ, പറയൂ സാർ. ഈ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ഒരു പുതിയ നയപ്രകാരം ആയുഷ് വിഷയങ്ങൾ MBBS പാഠ്യപദ്ധതിയിൽ എലക്റ്റീവായിട്ട് ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. 2019-2020 പാഠ്യപദ്ധതിയിൽ തൊട്ട് അവരത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയണു. ഇത് എന്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നയം വന്നിരിക്കുന്നത്? അത് അഥവാ ഞാൻ ചോദിക്കുകയാണെങ്കിൽ അലോപ്പതി അല്ലെങ്കിൽ ആയുർവേദം അല്ലെങ്കിൽ ആയുഷ് ഒരു തർക്കം നടന്നു പോകുന്നുണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ടാണോ ഈ നയം വന്നിരിക്കുന്നത്? ഈ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യങ്ങളൊന്നുമല്ല. അവരൊക്കെ വലിയ വലിയ ഡോക്ടർമാരും വലിയ വലിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെയും ഒരു സംഘമാണ്. രണ്ടാൾക്കാരെ തമ്മിൽ തല്ലിക്കലൊന്നും അവരുടെ ഉദ്ദേശമല്ല. അത് ഇവിടെ ചില ലോക്കൽ മീഡിയകളും ചില സംഘടനകളും അതിനു വേണ്ടി ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇത് ആയുഷ് സിസ്റ്റവും അലോപ്പതി സിസ്റ്റവും തമ്മിലുള്ള അടിയുടെ ഭാഗമേ അല്ല. അടിയുണ്ടാക്കണമെങ്കിൽ ഈ അടിയുണ്ടാക്കുന്ന സംഘടനാ നേതാക്കന്മാർ, അലോപ്പതി ഡോക്ടർമാരുടെ ഒരു സംഘടനയാണ് ഇതിന് അടിയുണ്ടാക്കുന്നത്. ഉണ്ടാക്കേണ്ടത് അവരുടെ തന്നെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള വിദ്യാഭ്യാസ വിചക്ഷണരോടാണ്. കാരണം ഈ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു 31ഓളം അലോപ്പതി ഡോക്ടർമാരൊക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗമാണ്. അവര് യഥാർത്ഥത്തിൽ ഒരു ചില പ്രത്യേക പോളിസിയുടെ ഭാഗമായാണ് യഥാർത്ഥത്തിൽ ഈ ഒരു റെഗുലേഷൻ കൊണ്ടുവന്നത്. എലക്റ്റീവ് സബ്ജക്റ്റായിട്ട് ഹൗസ് സർജൻസി പീരീഡിൽ ആയുഷ് സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരെണ്ണം പഠിക്കാം. ആർക്കാ ഈ നോളജിനെ പേടി? വിദ്യാർത്ഥികൾക്ക് പേടിയില്ല. ഇത് ഉണ്ടാക്കിയ അലോപ്പതി ഡോക്ടർമാരായിട്ടുള്ളതും വിദ്യാഭ്യാസ വിചക്ഷണരായിട്ടുള്ള ആളുകൾക്ക് പേടിയില്ല, ഭരണകർത്താക്കൾക്ക് പേടിയില്ല, പൊതുജനത്തിന് പേടിയില്ല. അപ്പൊ ഇത് ആർക്കാ പേടി? നോളജിന് ആരോ ഭയക്കുന്നു. അത് മണ്ടന്മാരുടെ ലക്ഷണമാണ് യഥാർത്ഥത്തിൽ. എന്നാലും നോളജിന് ആരോ ഭയക്കുന്നു. അവരാണ് ഈ ഡിഫറൻറ്റ് സിസ്റ്റത്തെ തമ്മിൽ തല്ലാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാക്കി ഇതിനെ ഒരു ചട്ടുകമാക്കി എടുത്തിട്ടുള്ളത്. അത് ചില എന്താ പറയുക, ചില സംഘടന, അലോപ്പതി ഡോക്ടർമാരുടെ ചില സംഘടനകളുടെ ചില വിവരം കുറഞ്ഞ നേതാക്കന്മാരുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് അത് സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ ഇതൊന്നും അടിയുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമേ അല്ല. യഥാർത്ഥത്തിൽ ദർ ഇസ് നോ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ആയുഷ് ആൻഡ് മെഡിക്കൽ സിസ്റ്റം, മെയിൻ സ്ട്രീം മെഡിക്കൽ സിസ്റ്റം. സർ, ഇതിനെ കുറെ പേര് എതിർക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്തിനാണ് ഈ എതിർപ്പ്? അല്ലെങ്കിൽ എല്ലാ MBBS ഡോക്ടർമാരും ഇതിനെതിരാണോ? ഒരിക്കലുമല്ല. ഇതിലെ MBBS എന്ന് പറഞ്ഞ ആയുഷിനെ എതിർക്കാനുള്ള ആളുകളാണ് എന്നുള്ള തോന്നൽ വെറുതെയാണ്. അവർ എതിർക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ചില സംഘടന താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ടാണ്. ഇതിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നാഷണൽ ഹെൽത്ത് പോളിസിയെ എതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി നാഷണൽ സ്പിരിറ്റ് ഉണ്ടാക്കുക എന്നാണ് എൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഇത് 70% വരുന്നതായിട്ടുള്ള ഇന്ത്യൻ പോപ്പുലേഷനിലുള്ള ആളുകൾ ഈ ആയുഷ് സിസ്റ്റത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ ആളുകൾക്കെതിരെ എതിർപ്പ് സംഘടിപ്പിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. അതൊരു ആന്റി ഹ്യൂമാനിറ്റേറിയൻ ആവുക എന്നാണ് എൻ്റെ അർത്ഥം. അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എപ്പോഴും വിജ്ഞാന കുതികളാണ്. അവർക്ക് യഥാർത്ഥത്തിൽ ഒരു പുതിയൊരു അറിവ് ലഭിക്കുന്നതിന് അവർ പുറംതിരിഞ്ഞു നിൽക്കുന്നു. അപ്പൊ ഇത് വിദ്യാർത്ഥി വിരുദ്ധമാണ്. അപ്പൊ ഇത് ആന്റി നാഷണലാണ്, ആന്റി ഹ്യൂമാനിറ്റേറിയൻ ആണ്, വിദ്യാർത്ഥി വിരുദ്ധമാണ്. ഒരിക്കലും ഇല്ല. അതിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഇപ്പൊ ഇതിന്റെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് കാലാനുസൃതമായി മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ അവരുടെ കരിക്കുലത്തിൽ വരുത്തേണ്ട ചേഞ്ചസുകൾ തീരുമാനിക്കുന്നത് ഒരു 10ഓളം കോൺട്രിബ്യൂട്ടർ ആയിട്ടുള്ള ഒരു ബോർഡ് ഓഫ് ഗവർണേഴ്സ് ഉണ്ട്. അവരാണ് ഇത് തീരുമാനിച്ചിട്ടുള്ളത്. അവരൊക്കെ അലോപ്പതി ഡോക്ടർമാരാണ്. അതിലൊരാൾ കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള ഒരു പ്രൊഫസർ തന്നെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവർ ഏറ്റവും ആദ്യം തമ്മിൽ തല്ലേണ്ടത് അല്ലെങ്കിൽ തല്ലുണ്ടാക്കേണ്ടത് കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറിന്റെ അടുത്താണ്. കാരണം ഇത് കേരളത്തിൽ മാത്രമാണല്ലോ ഈ ഒരു സംഘടന ഇത്രയും പ്രശ്നമുണ്ടാക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഓൾ ആർ കോമ്പിറ്റൻസി ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് മെഡിക്കൽ സിസ്റ്റത്തിൽ. ഒരാൾ കോമ്പിറ്റന്റ് ആവും. അപ്പൊ ഇത്രയും വലിയൊരു ജനസംഖ്യ ഇവിടെ ആയുഷ് സിസ്റ്റത്തെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അറ്റ്ലീസ്റ്റ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെങ്കിൽ കൂടിയും അത് നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ ആയുഷ് സിസ്റ്റത്തെ കുറിച്ചുള്ള അറിവ് വേണ്ടേ? ഇനി പോസിറ്റീവ് ആണ് എങ്കിൽ അതിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ആയുഷ് സിസ്റ്റത്തിന്റെ അറിവ് വേണ്ടേ? ഇല്ലാതെ എങ്ങനെ അവർക്ക് എതിർക്കാനോ തള്ളാനോ കൊള്ളാനോ സാധിക്കുക? അത് സാധിക്കില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഒരു വിവരത്തെ
നമ്മൾ തടഞ്ഞു നിർത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് വിവരലായ്മയാണ്. ഒന്നും വേണ്ട. നമ്മുടെ ഇപ്പോൾ അലോപ്പതി ഡോക്ടർമാരുടെ പേര് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ പറയാണ്, ഒരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട് അലോപ്പതി ഡോക്ടർ എഴുതിയിട്ടുള്ളത്. ടൈം ടു സെൻസിറ്റൈസ് മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ടു ദ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് ഹോമിയോപ്പതി എന്നാണ് ആ ടൈറ്റിലിൻ്റെ പേരല്ല. ഒരുപാട് ആർട്ടിക്കിളുകളുണ്ട്. ഈ ഹോമിയോപ്പതിയും ആയുഷും ഒരുമിച്ച് ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് ആർട്ടിക്കിളുകളുണ്ട്. ഇത് വന്ദന റോയ് എന്ന് പറയുന്നതായിട്ടുള്ള മൗലാന ആസാദ് മെഡിക്കൽ കോളേജിലെ, അത് ഫാർമക്കോളജി ഡിപ്പാർട്ട്മെന്റ്, ആലോചിച്ച് നോക്കണം, മരുന്നുകളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു പ്രൊഫസർ എഴുതിയതാണ്. അവരതിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട്, ഇവിടെ അലോപ്പതി ഡോക്ടർമാരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ആയുഷ് സിസ്റ്റത്തിലുള്ള ആളുകളാണ്. അവരൊരുപാട് പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലെ ഗുണവശങ്ങൾ എടുക്കുന്നതിലും ദോഷവശങ്ങൾ തള്ളുന്നതിലും അത് പഠിക്കണമെന്നാണ് അവർ പറയുന്നത്. സർ, ഇതിൽ വരുന്ന വേറൊരു ചോദ്യം, അലോപ്പതി നമ്മള് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് നമ്മുടെ മോഡേൺ മെഡിസിൻ. പക്ഷെ അത് അലോപ്പതി യൂസ് ചെയ്ത് ഞങ്ങൾ മോഡേൺ മെഡിസിൻ മാത്രമേ വിളിക്കാവൂ. ചില ആളുകളൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും ഇതിന്റെ ഈ അടുത്ത് പത്രസമ്മേളനത്തിൽ ആ സംഘടനാ നേതാവ് പറഞ്ഞു ഞങ്ങൾ മോഡേൺ മെഡിസിൻ ആണ്, അലോപ്പതി എന്ന് പറയരുത് എന്നാണ് പറയുന്നത്. അതൊക്കെ ഒരു മണ്ടത്തരമാണ്. അവർക്ക് എന്തോ ആ പേരിനോട് ഒരു അരോചകത്വം. കാരണം ചിലത് ഹോമിയോക്കാരുണ്ടാക്കിയ പേരാണ് അലോപ്പതി. അലോപ്പതി എഗൻസ്റ്റ് ദ ഡിസീസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഹോമിയോപ്പതി സിമിലർ ടു ദ ഡിസീസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഹോമിയോക്കാരിട്ട പേരല്ല എനിക്ക് വേണ്ട മോഡേൺ മെഡിസിൻ. ഇത് പക്ഷെ ഇവർ വേണ്ടെന്ന് പറയേണ്ടത് നമ്മളോടല്ല. യഥാർത്ഥത്തിൽ IMAയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിലുണ്ട് അലോപ്പതി എന്നുള്ള വാക്ക്. നാഷണൽ ഹെൽത്ത് പോളിസിയിലുണ്ട് അലോപ്പതി എന്നുള്ള വാക്ക്. പോട്ടെ, ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 10-18 സ്ഥലത്ത് അലോപ്പതി എന്നുള്ള വാക്കുണ്ട്. അപ്പോൾ ഇവർ ആരോടാ പറയേണ്ടത്? പൊതുജനത്തിനോടാണ് പറയേണ്ടത്. അല്ല, ഇതൊക്കെ ഉണ്ടാക്കിയ ഈ അലോപ്പതി ഡോക്ടർമാരുടെ ഒരു സംഘമുണ്ടല്ലോ, അവരോട് ചെന്ന് പറയണം ഞങ്ങളുടെ പേര് വിളിക്കരുത്. അയ്യേ, ഞങ്ങളുടെ പേര് അലോപ്പതി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തന്നെ നാണക്കേടാവേണ്ടത് പറയാണ് വേണ്ടത്. ഈ പേരിലാണോ കാര്യം ഇരിക്കുന്നത്? അലോപ്പതി എന്നുള്ളത് ഒരു ഹോമിയോക്കാരുടെ പേരിന്റെ പേരിൽ അവർക്ക് ഇപ്പം എത്ര വലിയ അലർജി. അതൊരു കാണിക്കുന്നതൊക്കെ മനസ്സിന്റെ ഒരു സങ്കുചിത സ്വഭാവമാണ് കാണിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ IMA എന്ന് പറയുന്ന ഒരു വലിയ സംഘടനയാണ്. ആ സംഘടനയ്ക്കൊന്നും ഈ അഭിപ്രായം ഉണ്ടാവില്ല. അതുപോട്ടെ, യഥാർത്ഥത്തിൽ ഈ പേരിലൊന്നുമല്ല കാര്യം. അതൊക്കെ ഒരു മനസ്സിന്റെ സങ്കുചിതത്വം കൊണ്ട് ഉണ്ടായിപ്പോയ ചില പ്രശ്നങ്ങളാണ്. ഇവിടെ ഒരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂവിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണ് ഈ സംഘടന ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഹെൽത്ത് പോളിസിയിൽ കൃത്യമായിട്ട് ആയുഷ് സിസ്റ്റത്തെ എങ്ങനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരണം, എന്തുകൊണ്ട് കൊണ്ടുവരണം, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു സിസ്റ്റത്തെ അതൊരു പബ്ലിക് ഹെൽത്ത് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ആ മനസ്സിലാക്കൽ പാടില്ല എന്ന് പറയുമ്പോൾ നീ കെമിസ്ട്രി പഠിക്കാൻ പാടില്ല, നീ ഫിസിക്സ് പഠിക്കാൻ പാടില്ല, എൻ്റെ കയ്യിലിരിക്കുന്ന വേദാന്തം മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു സങ്കുചിതത്വം ഉണ്ടല്ലോ, അത് വിവരലായില്ല. സർ, ഇന്ത്യയിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു നിയമമുണ്ടോ? ഇഷ്ടം പോലെ രാജ്യം. അതായത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ കവനന്റ് ഫോർ സർട്ടൻ ഹ്യൂമൻ റൈറ്റ്സ് ഗോൾസ് ഉണ്ട്. അതിലൊക്കെ കൃത്യമായിട്ട് സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു റെസൊല്യൂഷൻ ഉണ്ട്, ഇന്റർനാഷണൽ കവനന്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. അതിലവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസ് who so choose and when appropriate would have access to ആയുഷ് കെയർ പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു ആക്സസ് ഇവർക്ക് ഉണ്ടാകണമെന്നുള്ളതാണ്. ഇതൊരു മൗലിക അവകാശമാണ്. അതായത് ഇതര വൈദ്യ സമ്പ്രദായം ഉപയോഗിക്കാനുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ അവകാശത്തെയാണ് ഇത്തരക്കാർ ചോദ്യം ചെയ്യുന്നത്. ഇങ്ങനെ ആയുഷ് സിസ്റ്റത്തെ ഉപയോഗിക്കണമെന്ന് നാഷണൽ ഹെൽത്ത് പോളിസിയിലുണ്ട്. ചൈനയിലുള്ള മെഡിക്കൽ സിസ്റ്റത്തിൽ ഇതുണ്ട്. നമ്മളെക്കാൾ കൂടുതൽ ട്രഡീഷണൽ ആൻഡ് ഹെർബൽ മെഡിസിൻസ് ഉപയോഗിക്കുന്ന ഒരു കൺട്രിയാണ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലെ മെഡിക്കൽ സ്കൂളുകളിൽ ഈയിടെയുണ്ടായിട്ടുള്ള റിപ്പോർട്ടിംഗ് അനുസരിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ട്രഡീഷണൽ ആൻഡ് കോംപ്ലിമെന്ററി മെഡിസിന്റെ പോർഷൻ പോരാ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട് പോന്നിട്ടുള്ളത്. എന്നിട്ട് അവരത് വീണ്ടും റിവൈസ് ചെയ്യാൻ പോവുകയാണ്.
മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ഉള്ളിൽ വീണ്ടും ട്രഡീഷണൽ ആൻഡ് കോംപ്ലിമെന്ററി മെഡിസിൻ്റെ സിസ്റ്റം കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ഒരു വിശ്വപ്രസിദ്ധ സംഘടന, ഒന്ന് ആലോചിച്ച് നോക്കണം, IMA എന്നൊക്കെ പറയുന്നത് ഡോക്ടർ BC റോയ് പോലെയുള്ള ആളുകൾ നേതൃസ്ഥാനത്തിരുന്ന ഒരു സംഘടനയാണ്. 1928 തുടങ്ങിയ സംഘടനയാണ്. എത്രയോ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സംഘടനയാണ്. വളരെയധികം മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട ഒരു സംഘടനയാണ്. ഈ BC റോയ് എന്ന് പറയുന്ന ഡോക്ടർ ബംഗാൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ ട്രഡീഷണൽ മെഡിസിന്റെ വാല്യൂസ് ഒക്കെ പറഞ്ഞ് എഴുതിയിട്ടുള്ള ആരോഗ്യ നികേതനം എഴുതിയ താരാശങ്കർ ബാനർജിക്കൊക്കെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടണമെന്നുള്ളത് ആലോചിച്ച് നോക്കണം. ഇപ്പൊ ഈ പറയുന്ന നേതാക്കന്മാരൊക്കെ ആയിരുന്നു മുഖ്യമന്ത്രി എന്നുണ്ടെങ്കിൽ അയാളെ വെടിവെച്ച് കൊന്നല്ലേ. അപ്പൊ ഇതൊക്കെ അസഹിഷ്ണുതയുടെ കമ്പോണന്റാണ്. അസഹിഷ്ണുത ഒരു കാരണവശാലും പാടില്ലാത്തൊരു വർഗം ഡോക്ടർമാരായിരിക്കണം. അവരാണ് ഏറ്റവും കൂടുതൽ സഹിഷ്ണുത കൊണ്ടുവരേണ്ട ആളുകൾ. അപ്പൊ അസഹിഷ്ണുതയുള്ള ആളുകളൊക്കെ ഇത്തരത്തിലുള്ള വലിയൊരു സംഘടനയുടെ നേതൃസ്ഥാനത്തൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഘടനയുടെ അപജയമാണ്, മറ്റൊന്നും പറയാനില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഏത് സിസ്റ്റം ആയാലും അത് പഠിക്കണം. ഇതിപ്പോ ഈ അലോപ്പതി ഡോക്ടർമാർക്ക് മാത്രമുള്ള കുശുമ്പാണെന്നൊന്നും വിചാരിച്ചേക്കരുത്. ഇനിയിപ്പോ MBBS കരിക്കുലത്തിലും സിലബസിലും ആയുർവേദം വരാൻ പോവുകയാണ്. ഇനി ഒരു സെമസ്റ്റർ തന്നെ വരാൻ പോവുകയാണ് എന്നാണ് ചില ചർച്ചകളിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നിട്ട് അവർ ഇനിയിപ്പോ ആയുർവേദം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ആയുർവേദ സംഘടനകൾ എന്താ ചെയ്യാൻ പോണത്? മറിച്ചൊന്നുമല്ല. ഇതിപ്പോ അവര് ഇനിയിപ്പോ ആയുർവേദ സംഘടന വഴി പിടിക്കും. അതെങ്ങനെ പറ്റും? അലോപ്പതിക്കാരെങ്ങനെയാ ആയുർവേദം എഴുതാൻ? അങ്ങനെ പറയാൻ പാടില്ല. ഇതൊരു പെട്ടിക്കടയുടെ തൊട്ട് മുമ്പിൽ ഒരു വലിയൊരു ഹോട്ടൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു കുശുമ്പുണ്ട്. ആ കുശുമ്പിനൊന്നും യഥാർത്ഥ മെഡിക്കൽ സയൻസിൽ, പ്രത്യേകിച്ച് ആയുർവേദത്തിൽ, ഒരു സ്ഥാനവുമില്ല. ഇതൊക്കെ ഹ്യൂമാനിറ്റേറിയൻ ബാക്ക്ഗ്രൗണ്ടിൽ ചിന്തിക്കേണ്ടതാണ്. അതിനി സംഘടനയായാലും ആശുപത്രി ആയാലും ഡോക്ടേഴ്സ് ആയാലും ഇനി ഇതര വൈദ്യസമ്പ്രദായത്തിൽപ്പെട്ട ആളുകളായാലും ഇനി അതൊന്നുമല്ല. ഒരു മനുഷ്യനായാൽ മിനിമം ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്ന സഹിഷ്ണുതയോടെയുള്ള ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അത്ര മാത്രമേ ഇതിൽ പറയാനുള്ളൂ. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ബാക്കി ഈ പുതിയ നയം വന്നു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കണ്ടില്ലേ, ഒരു ഡോക്ടർ ചിറ്റമൃതനെടുത്ത് കുറ്റം പറയുന്നു, ലിവർ അടിച്ച് കളയുന്നു. നെല്ലിക്കനെടുത്ത് കുറ്റം പറയുന്നു, ലിവർ അടിച്ച് കളയുന്നു, കിഡ്നി പോകുന്നു എന്ന് പറയുന്നു. ഇത് അറിവില്ലായ്മ കൊണ്ടാണ്. ആ ഡോക്ടർക്ക് കൃത്യമായിട്ട് ആയുഷ് സിസ്റ്റത്തെ കുറിച്ചുള്ള നല്ലൊരു അറിവുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇത് പറയില്ല എന്ന് പറഞ്ഞതുപോലെ ഇത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ കേസ് ഡീൽ ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. അപ്പൊ അലോപ്പതി ഡോക്ടർമാർ ആയുർവേദത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആയുർവേദക്കാർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആയുർവേദക്കാർ ചെയ്യുന്നതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അവർ ചെയ്യുന്നതിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കാനും പറ്റും. അത് ആയുർവേദത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി ഹോമിയോക്കാരിൽ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഹോമിയോന്റെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതല്ല വേണ്ടത്. ഇതിപ്പോ ഹോമിയോ തെറ്റാണെന്ന് പറയുന്നത് ബയോകെമിസ്ട്രിയുടെ ഭാഷയിലാണ്. അതെങ്ങനെയാ ശരിയാവുക? ഫിസിക്സ് തെറ്റാണെന്ന് കെമിസ്ട്രിയോട് പറയാൻ പറ്റും? അത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെയാണ് സാർ. അപ്പൊ അവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കാനും അവരുടെ ശരികൾ ഉൾക്കൊള്ളാനും സർവോപരി ഇതൊക്കെ മനുഷ്യന് നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നല്ലതാണ്. അപ്പൊ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു.